ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. അതിരപ്പള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ചതിന് വിനോദസഞ്ചാരികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7 അംഗ സംഘത്തിനെതിരെയാണ് കേസെടുത്തത്. ഒന്നാം പ്രതി തമിഴ്നാട് റാണിപ്പേട്ട് സ്വദേശി എം ഷൗക്കത്തിനെ റിമാൻഡ് ചെയ്തു. അല്ല ഇവനുള്ള പണി കൊടുക്കാം. ഉണ്ടായത് കേസിന്റെ വിവരങ്ങൾ കൂടി. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ 7 അംഗ സംഘം ഇതിലെ ഒരു ആനയെ പ്രകോപിച്ച ആൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ കാര്യം പന്തയം വെച്ചാണ് ഈ ആനയെ പ്രകോപിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ റിമാൻഡിൽ പോയ റാണിപ്പെട്ട് സ്വദേശി സൗഗത്ത് ആണ് ഈ പന്തയം വെച്ചതിന് ശേഷം വനത്തിലേക്ക് കയറി ആനയ്ക്ക് മധുര പലഹാരങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് റിമാൻഡിൽ പോയ സൗഗത്താണ്. ഇതോടെ ആന പ്രകോപിതനായി ഇടയിലേക്ക് ഓടി വരികയായിരുന്നു. നിരവധി വിനോദസഞ്ചാരികൾ ഈ സമയത്ത് മറുവശത്തുണ്ടായിരുന്നു. അതിൽ വിനോദസഞ്ചാരത്തിനായി വന്ന മറ്റൊരു സംഘമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി വനം വകുപ്പിന് കൈമാറിയത്. ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിൽ റിമാൻഡിലായത് സൗഗത്താണ്. പ്രധാന പ്രതി, ഒന്നാം പ്രതി സൗഗത്താണ്. മറ്റുള്ളവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആനയെ പ്രകോപിപ്പിക്കുന്ന ദൃശ്യം ഈ ആളുകൾക്കിടയിലേക്ക് ഓടി വന്ന് മറ്റ് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായ വലിയൊരു ദുരന്തമാകുമായിരുന്നു ഒരുപക്ഷെ. പക്ഷേ അത്തരം അപകടങ്ങളിലേക്ക് ഒന്നും കടന്നില്ല. ആന ഈ വിനോദസഞ്ചാരികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വനത്തിൽ നിന്നും പ്രകോപിതനായി ഓടി ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്തത്. മറ്റൊരു സംഘം ഈ ദൃശ്യങ്ങൾ ഈ ആനയ്ക്ക് മധുരപലഹാരം എറിഞ്ഞു കൊടുക്കുന്ന സൗകര്യത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം വനംവകുപ്പിന് കൈമാറിയായിരുന്നു. വൈകാതെ തന്നെ വനംവകുപ്പ് സ്ഥലത്തെത്തി 7 പേരെയും കൈയോടെ അവിടെ നിന്നും പിടികൂടുകയായിരുന്നു. ഇതിൽ സൗഗത്താണ് ഇപ്പോൾ റിമാൻഡിൽ പോയിട്ടുള്ളത്. ലിബീഷ്. ശരി അനീഷ്. അതിരപ്പള്ളിയിൽ കാട്ടാനയെ പ്രകോപിപ്പിച്ചതിന് വിനോദസഞ്ചാരികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 6 ജില്ലകളിൽ